ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ 2024 കഴിയാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് 31-ാം തീയതി തന്നെയാണ്. അപ്പോൾ നാളെ നമ്മുടെ പുതിയ ന്യൂ ഇയർ ആണ്. അപ്പോൾ നമ്മൾ ന്യൂ ഇയറിൽ നമ്മൾ നോർമലി എല്ലാവരും എന്താ പറയുക, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ റെസൊല്യൂഷൻസ് ഒക്കെ കുറേ പേര് എടുക്കാറുണ്ടല്ലോ. അപ്പോൾ അതേപോലത്തെ നമുക്ക് എടുക്കാവുന്ന ഒരു വൺ ഓഫ് ദ മെയിൻ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ നമ്മളൊന്ന് പറയാൻ പോകുന്ന സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നിങ്ങൾ അറിയായിരിക്കും, ഇപ്പോൾ ഒരു മെജോറിറ്റി ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൂടാന്നുള്ളൊരു റെസൊല്യൂഷൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ക്യാഷ് അതുകൊണ്ട് ലാഭിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് കറക്റ്റ് ഉപയോഗിക്കാൻ അറിയാത്തവർ ഇത് ഉപയോഗിച്ചിട്ട് ഇഷ്ടം പോലെ ക്യാഷ്, അതുപോലെ തന്നെ ബാങ്കുകൾക്കും ക്രെഡിറ്റ് കാർഡ് ഡിപ്പാർട്ട്മെന്റ് ക്രെഡിറ്റ് കാർഡിന്റെ എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അല്ലെങ്കിൽ കമ്പനിക്കും ഒക്കെ നല്ല ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട്. അത്രയധികം ക്രെഡിറ്റ് കാർഡ് യൂസസ്, അതായത് മിസ് യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു 5-6 നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പ് പോയിന്റ്സുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പോയിന്റ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ മറക്കണ്ട. നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ എന്താ വെച്ചാൽ മിക്ക ആൾക്കാരും ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസർ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് UPI ഒക്കെ വന്ന സ്ഥിതിക്ക് എല്ലാവരും ക്രെഡിറ്റ് കാർഡ് UPI ഉപയോഗിക്കുമ്പോൾ എല്ലാവരും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് പോയിന്റ്സിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസും കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്കൊന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ 3ാമത്തെ ചാനൽ GHH വേൾഡ് കാണാത്തവർ കാണുക. നമ്മളതിൽ ഗാഡ്ജറ്റ് റിവ്യൂസ്, ടെക് വീഡിയോസും അതുപോലെ തന്നെ ന്യൂസുകൾ, ടെക് ന്യൂസ്, ഫൈനാൻസ് ന്യൂസുകൾ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്കൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ ആക്ച്വലി എൻ്റെ കാര്യം എടുത്ത് പറയാം. ഞാൻ ആക്ച്വലി ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് നമ്മുടെ MNCയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ റീസെൻ്റ്ലി നമുക്ക് NISM സർട്ടിഫിക്കേഷനും കിട്ടിയിട്ടുണ്ടായിരുന്നു മ്യൂച്വൽ ഫണ്ടിൽ. അപ്പോൾ നമ്മൾ NISM എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ സെബിൻ്റെ അണ്ടറിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ എന്താ പറയുക, ഇതേപോലെ സർട്ടിഫിക്കേഷൻസും സംഭവങ്ങളൊക്കെ ലൈസൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞു മാത്രമല്ല, നമ്മൾ കുറേ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഈ ഫൈനാൻഷ്യൽ ടിപ്സുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ക്വാളിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇഷ്ടം പോലെ ഇതുപോലത്തെ കുറേ ലോക്കൽ ചാനലുകളിലൊക്കെ, അതായത് ഡെയിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫൈനാൻഷ്യൽ വീഡിയോസ് ചെയ്ത വ്യൂസ് കിട്ടുമെന്ന് അറിഞ്ഞിട്ട് ഇപ്പോൾ ഇതിങ്ങനെ കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി കുറേ സെബി കുറേ ചാനലുകളെ ബാൻ ചെയ്തിട്ടും ഫൈനൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും അറിയാത്തവരും ഇങ്ങനെ എന്താ പറയുക, ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടും ആൾക്കാരെ കാശ് ഇഷ്ടം പോലെ. എന്ന് വെച്ചാൽ ഫൈനാൻസ് എന്ന് പറഞ്ഞ സംഭവം അത്യാവശ്യം എക്സ്പീരിയൻസും വേണം, അതിനുള്ള ക്വാളിഫിക്കേഷൻ വേണവർക്കും പറ്റുന്ന പരിപാടി. അല്ലാണ്ട് ഡെയിലി വ്ളോഗ് ചെയ്യുന്നവർക്കും ഇതും സംഭവം ചെയ്യുന്നവർക്കുള്ള പരിപാടി ഒന്നല്ല. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് മാത്രം ഫിൽറ്റർ ചെയ്തിട്ട് മാത്രം കാണാൻ മറക്കണം. ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോൾ സാധാരണ എന്താ പറയുക ഹിസ്റ്ററി പറഞ്ഞവരും അതുപോലെ തന്നെ ഫിറ്റ്നസിൻ്റെ കാര്യം പറഞ്ഞവരും അതുപോലെ ഡെയിലി വ്ളോഗ് ചെയ്യുന്നവരൊക്കെ ഇപ്പോൾ ഫൈനാൻസിൻ്റെ വീഡിയോസ് ഇഷ്ടം പോലെ മലയാളത്തിൽ പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് പറഞ്ഞത് മാത്രമല്ല, വെച്ചാൽ ഇങ്ങനെ കുറേ പേർക്ക് പണിയിട്ട് എനിക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജ് വരുന്നുണ്ട്, കറക്റ്റ് റോങ് ഇൻഫർമേഷൻ, മിസ് ഇൻഫർമേഷൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്താ വെച്ചാൽ ഓൾറെഡി സെബിയുടെ റൂൾ ഉണ്ട്. ഇതുപോലെ ഒരു പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സ്റ്റോക്സിനെ റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അതിന് ഫൈനാൻഷ്യൽ അഡ്വൈസറിൻ്റെ ലൈസൻസ് ഇല്ലാത്തവർ ചെയ്യാൻ പാടില്ല എന്ന് ഇപ്പോൾ പുതിയ റൂളും പുതിയതല്ല, കുറച്ച് റൂൾ കുറേ കാലമായിട്ടുണ്ട്. അങ്ങനെ റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ കുറിച്ച് ഒരു അറിവില്ലാണ്ട് ചുമ്മാ വ്യൂസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റിട്ടേൺ പോവുകയാണ്. അത് കറക്റ്റ് ഒരു കോമഡി സ്റ്റൈലിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇന്ന് കണ്ടോളല്ലോ. അങ്ങനെ കുറേ പേര് കിട്ടുന്നത് വെച്ചാൽ അവർക്ക് ഇഷ്ടംപോലെ പ്രൊമോഷൻസും കിട്ടുന്നുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ആൾക്കാർ എവിടെയാണോ വീഴുന്നത് അവർക്ക് പ്രൊമോഷൻസിന് കമ്പനിക്ക് എന്താ വേണ്ടത്, അവർക്ക് ആൾക്കാരെ കയ്യിൽ നിന്ന് കാശ് കിട്ടുക വേണ്ടേ. അപ്പോൾ എത്രയും ആൾക്കാരെ വർക്ക് ചെയ്യാത്ത ആൾക്കാരെ ഇതിൽ വീഡിയോസിലാണ് ഉണ്ടാവുകയെന്ന് അവർക്കറിയാം. അവർക്ക് അതുകൊണ്ടാണ് ഡെയിലി വ്ളോഗ്സിൻ്റെ ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഡെയിലി പ്രൊമോഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവരാ പിടിക്കുന്നത്. അല്ലാണ്ട് ഇവർ കറക്റ്റ് ആൾക്കാരെ നോക്കി പിടിക്കുക. ശരിക്കത് എന്താ പറയുക, ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നുവെച്ചാൽ ആൾക്കാർക്ക് വ്യൂ കിട്ടുന്നതാണല്ലോ അവർ ചെയ്യുക. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാണുന്ന ആൾക്കാരുടെ എന്താ പറയുക കോമൺ സെൻസും നോളജും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിന്ന് പറയാൻ പോകുന്നത് 5 അല്ലെങ്കിൽ 5-6 ടിപ്സ് അല്ലെങ്കിൽ പോയിന്റ്സുകളാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. എന്താ വെച്ചാൽ ഒരിക്കലും ക്രെഡിറ്റ് കാർഡിന്റെ ഡ്യൂ ഡേറ്റ് മിസ്സാവാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡിന്റെ ഡ്യൂ മിസ്സാവാണ്ടിരിക്കുക. അതായത് ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കും. അതായത് ബിൽ ഡേറ്റ് ഉണ്ടായിരിക്കും, ഡ്യൂ ഡേറ്റ് ഉണ്ടായിരിക്കും. ബിൽ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബില്ല് ജനറേറ്റ് ആവുന്ന ഡേറ്റ്, അത് കഴിഞ്ഞിട്ട് ഒരു 18 ദിവസം 18 to 20 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്യൂ ഡേറ്റ് ആയി. അപ്പോൾ ആ ഡ്യൂ ഡേറ്റ് മിസ്സായി കഴിഞ്ഞാൽ ഒരു 3 ദിവസം കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആക്ച്വലി RBIയുടെ റൂൾ അനുസരിച്ചിട്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ സിബിലിലേക്ക് റിപ്പോർട്ടാവും, അല്ലെങ്കിൽ ക്രെഡിറ്റ് ബ്യൂറോസിലേക്ക് റിപ്പോർട്ടായി കഴിഞ്ഞാൽ നമ്മുടെ സിബിൽ സ്കോർ നമുക്ക് ഇടിഞ്ഞ് പണ്ടാറടങ്ങും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പുലിവാലായിരിക്കും. അപ്പോൾ എപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ഡ്യൂ ഡേറ്റിന് ഒരു 5 ദിവസം മുമ്പെങ്കിലും പേയ്മെന്റ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ പക്ഷേ നമ്മുടെ ക്രെഡിറ്റും UPI പേയ്മെന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ക്രെഡിറ്റ് ആവുന്നുണ്ട്. പക്ഷേ എന്നാലും ചിലപ്പോൾ ടൈം എടുത്തേക്കാം. ഡിപ്പെൻസ് അപ്പോൺ നമ്മുടെ സെർവറിന്റെ ട്രാഫിക്കും സംഭവമൊക്കെ ഡിപ്പെൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ചിലപ്പോൾ തലേദിവസമായിട്ട് ചിലപ്പോൾ അടുത്ത ദിവസം ക്രെഡിറ്റ് ആവണമെന്നില്ല. അങ്ങനെ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈനും വരും, ചിലപ്പോൾ ഇൻട്രസ്റ്റും വരും. അപ്പോൾ പിന്നെ അതിൻ്റെ ഫുൾ അടക്കേണ്ടി വരും. അതാണ് ആദ്യത്തെ മിസ്റ്റേക്ക് കേട്ടോ. രണ്ടാമത്തേന്ന് പറയുന്നതാണ് നമ്മൾ
മിനിമം ഡ്യൂ പേയ്മെന്റ് അടയ്ക്കണം. കുറേ പേര് ഇതുപോലെ ചെയ്യുന്നുണ്ട്. MAD എന്ന് പറയുന്നത് ഷോർട്ട് ഫോം ആയിട്ട് MAD എന്നൊക്കെ പറയും. മിനിമം ഡ്യൂ എമൗണ്ട് ഒരിക്കലും അടക്കരുത് ക്രെഡിറ്റ് കാർഡിൽ. നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് കാണാം, ടോട്ടൽ എമൗണ്ട് ഡ്യൂ എന്നും പറഞ്ഞ് കാണാം, മിനിമം എമൗണ്ട് ഡ്യൂ എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഈ മിനിമം ഡ്യൂ എമൗണ്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിബിലിലേക്ക് റിപ്പോർട്ട് ആവില്ല. പക്ഷേ ആ മിനിമം ഡ്യൂ മൈനസ് ടോട്ടൽ ഡ്യൂ എമൗണ്ട് ബാലൻസുമേ ഇൻട്രസ്റ്റ് വരും. അടുത്ത പ്രാവശ്യം ബിൽ അടയ്ക്കുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല അതിങ്ങനെ അടയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര എമൗണ്ട് ആയിരിക്കും. ഒരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹൈ എമൗണ്ട്. ഇതുപോലെ കുറേ ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ മിനിമം എമൗണ്ട് എന്ന് പറയുമ്പോൾ നോർമൽ ടോട്ടൽ ഡ്യൂണ്ട് 5% ഉണ്ടായിരിക്കുമല്ലോ. ആ ചെറിയ എമൗണ്ട് കാണുമ്പോൾ അതടച്ച് പോകും. ഇങ്ങനെ കുറേ മാസങ്ങൾ കഴിയുമ്പോൾ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും ടോട്ടൽ എമൗണ്ട് ഡ്യൂ. അപ്പോൾ നല്ല പണി കിട്ടും. അപ്പോൾ ഒരിക്കലും മിനിമം ഡ്യൂ എമൗണ്ട് അടയ്ക്കരുത്. അത് നിങ്ങളുടെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. എന്ന് വെച്ചാൽ സിബിലിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് മിനിമം എമൗണ്ട് ഡ്യൂ. അപ്പോൾ ഒരിക്കലും മിനിമം ഡ്യൂ എമർജൻസിക്ക് മാത്രം അടയ്ക്കാമെന്നല്ലാണ്ട് ഒരിക്കലും MAD എമൗണ്ട് എപ്പോഴും അടച്ചിട്ട് പോകരുത് കേട്ടോ, പണി കിട്ടും ലാസ്റ്റ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ആണ് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ്. ക്രെഡിറ്റ് ലിമിറ്റിന്റെ ഒരു നിങ്ങൾക്കറിയാം ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ സിബിൽ സ്കോറും സംഭവങ്ങളൊക്കെ തീരുമാനിക്കുക. അപ്പോൾ ഒരിക്കലും നമ്മുടെ ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റിന്റെ ഒരു 30 to 40% മുകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിൽ സ്കോർ കുറഞ്ഞു തുടങ്ങും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്കറിയാറില്ല, നോർമൽ നമ്മുടെ സിബിൽ മിക്ക ആൾക്കാരും ക്രെഡിറ്റ് സ്കോർ ഉപയോഗിക്കുന്നത് റിവാർഡ് പോയിന്റ്സ് കിട്ടാനും ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ ഈ സാധനം കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ ആകെ ഇടിഞ്ഞ് പണ്ടാൻ തുടങ്ങും. അപ്പോൾ പിന്നെ നമുക്ക് ഈ സാധനം യൂസ് ചെയ്തതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് മൈനസ് പോയിന്റ് ആയി. അപ്പോൾ ഒരിക്കലും നമ്മുടെ ടോട്ടൽ ലിമിറ്റിന്റെ എന്താ പറയുക 30 മാക്സിമം പോയി കഴിഞ്ഞാൽ 40% മുകളിൽ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടെങ്കിൽ ആ എല്ലാ ക്രെഡിറ്റ് കാർഡുകളുടെയും ടോട്ടൽ ലിമിറ്റിന്റെ 30% നോക്കുക, അല്ലാണ്ട് ഒരു കാർഡിന്റെ ലിമിറ്റ് എല്ലാം നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. അപ്പോൾ നാലാമത്തെയാണ് നമ്മുടെ എന്താ പറയുക ATM യൂസ്. അതായത് നിങ്ങൾക്ക് അറിയാം നമ്മുടെ ക്രെഡിറ്റ് കാർഡിന് നമുക്ക് ATMലൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് നമ്മുടെ ഡെബിറ്റ് കാർഡ് പോലെ. പക്ഷേ ഡെബിറ്റ് കാർഡ് എന്താ വ്യത്യാസം, നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസയാണ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 5 ട്രാൻസാക്ഷൻസ് ഫ്രീ ആണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് തന്നെ ഒരു ലോണാണ്, ഒരു ടൈപ്പ് ഓഫ് ലോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ATMൽ പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ ചാർജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ATM ക്യാഷ് അഡ്വാൻസ് ഫീ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതല്ലാണ്ട് അതും ഇൻട്രസ്റ്റ് വരും, ആ എടുത്ത എമൗണ്ടും ഇൻട്രസ്റ്റ് വരും. അപ്പോൾ നല്ലൊരു എമൗണ്ട് ഇപ്പോൾ നോർമൽ മിനിമം ക്യാഷ് അഡ്വാൻസ് ഫീ ഒക്കെ 500 രൂപയ്ക്കാണ് ചില കാർഡുകളിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളൊരു 500 രൂപ എടുത്താൽ ചിലപ്പോൾ 1000 രൂപ തിരിച്ചടക്കേണ്ടി വരും. അതുപോലെ തന്നെ എത്ര ദിവസം കഴിയുന്നോ അത്രയധികം ചിലപ്പോൾ ഇൻട്രസ്റ്റും വരും. അപ്പോൾ അങ്ങനെ ഹ്യൂജ് എമൗണ്ട് ഓഫ് എന്താ പറയുക ലോസ് ഓഫ് എമൗണ്ട് അടക്കേണ്ടി വരും നിങ്ങൾക്ക്. അപ്പോൾ എപ്പോഴും എമർജൻസി സിറ്റുവേഷനിൽ മാത്രം ATM നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ATMൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം ATMന്റെ ഏരിയയ്ക്ക് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പോകരുത് കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ പോയി അങ്ങനത്തെ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു എമർജൻസി കാരണമൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രം ഉപയോഗിക്കാന്നല്ലാണ്ട് അല്ലാത്ത പക്ഷം ഈ സാധനം ATMൽ പോയിട്ട് ഉപയോഗിക്കരുത് കേട്ടോ. പണി കിട്ടണ വഴി അറിയില്ല. അതുപോലെ ലാസ്റ്റ് 5ാമത്തെ പോയിന്റ് ആണ്, നമ്മൾ ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സുകൾ അപ്ലൈ ചെയ്യരുത്. അത് നിങ്ങളുടെ സിബിൽ സ്കോറിനെ ഭയങ്കരമായിട്ട് ബാധിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുന്നതൊക്കെ ഹാർഡ് എൻക്വയറി ആണ്. 2 ടൈപ്പ് ഓഫ് എൻക്വയറി ഉണ്ട്, നിങ്ങൾ ഓൾറെഡി അറിയിരിക്കും. സോഫ്റ്റ് എൻക്വയറി, ഹാർഡ് എൻക്വയറി. സോഫ്റ്റ് എൻക്വയറി എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നമ്മുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യാൻ നമ്മൾ കുറേ ആപ്പുകളിലൊക്കെ നോക്കില്ല, അതാണ് സോഫ്റ്റ് എൻക്വയറി. അതിന് നമുക്ക് സിബിൽ സ്കോറിനെ ബാധിക്കുന്നില്ല. പക്ഷേ ഹാർഡ് എൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ബാങ്കോ നമ്മുടെ സിബിൽ സ്കോർ നമ്മുടെ ഒരു ലോൺ തരാനോ ക്രെഡിറ്റ് കാർഡ് തരാനായിട്ട് നോക്കുന്നതിനാണ് ഹാർഡ് എൻക്വയറി. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സിബിൽ സ്കോറിനെ ബാധിക്കും. ഇപ്പോൾ മാക്സിമം ഒരു മാസത്തിൽ 2 to 3 അബോവ് പോയി കഴിഞ്ഞാൽ നമ്മുടെ സിബിൽ സ്കോറിനെ അത് ബാധിക്കും, സിബിൽ സ്കോർ ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് വൺസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കരുത്. മാക്സിമം ഒരു 3 കാർഡ്, മാക്സിമം ഒരു മാസത്തിൽ 3 കാർഡ് മാത്രം അപ്ലൈ ചെയ്യും. നിങ്ങൾക്കറിയാം എല്ലാ മാസത്തിലാണ് സിബിൽ സ്കോർ റിപ്പോർട്ട് ആവുക ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സൈഡിലേക്ക്. അപ്പോൾ ഇതിന് കൂടുതൽ ഇത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡും വരും ലോണും വരും. അതായത് ഒരു മാസത്തിൽ 3 ക്രെഡിറ്റ് കാർഡും അപ്ലൈ ചെയ്തു 3 പേഴ്സണൽ ലോൺസും അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അത് അപ്പോഴും നിങ്ങളുടെ സിബിൽ സ്കോർ ഡൗൺ ആവും. എന്താ വെച്ചാൽ ഹാർഡ് എൻക്വയറി ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ ലോൺ ആയിക്കോട്ടെ എല്ലാം നമ്മുടെ ക്രെഡിറ്റ് സ്കോറിന് നമ്മുടെ എന്താ പറയുക മൾട്ടിപ്പിൾ ടൈംസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറയ്ക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അതായത് ക്രെഡിറ്റ് കാർഡും ലോൺസും മാക്സിമം ഒരു മാസത്തിൽ 3 മാക്സിമം അപ്ലൈ ചെയ്ത് നോക്കാൻ മതി. അഡ്വാൻസ് അതിന് കൂടുതൽ മൾട്ടിപ്പിൾസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ കുറേ പേര് പരിപാടി ഉണ്ടെന്ന് വെച്ചാൽ ഇത് കിട്ടിയില്ലെങ്കിൽ അടുത്ത അപ്ലൈ ചെയ്യും, ഇത് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അപ്പുറം അടുത്ത അപ്ലൈ ചെയ്യും. അത് അങ്ങനെ കുറേ ഒരു മാസത്തിൽ 10, 15, 20 അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ അവരെ സിബിൽ സ്കോർ ഭയങ്കരമായിട്ട് ബാധിക്കും. അത് ആക്ച്വലി നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിലും വരും. അപ്പോൾ അതിങ്ങനെ ഇത്രയും അധികം എൻക്വയറി കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു 10 അപ്ലൈ ചെയ്തു, 10 റിജക്റ്റ് ആയി. അടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവർ നമ്മുടെ റിപ്പോർട്ട് നോക്കും. അപ്പോൾ റിപ്പോർട്ട് നോക്കുമ്പോൾ കുറേ എൻക്വയറി കാണാം. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര എന്താ പറയുക
ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ആർത്തിയിട്ടിരിക്കുന്നത്. അതായത് നമ്മൾ ക്രെഡിറ്റിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് അവർക്കൊരു നെഗറ്റീവ് ഇംപ്രഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ റിജക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാൻ മറക്കണ്ട. അപ്പോൾ ഈ 5 പോയിന്റ്സ് നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ എന്താ പറയുക, മറക്കാതെ നോട്ട് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുന്നത് വെച്ചാൽ മിക്ക ആൾക്കാരും ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസർ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ നമ്മൾ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ആക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ ജയിച്ച് വേൾഡ് കാണാത്ത പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി, നമ്മൾ അതിലും റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ, അടുത്ത കാണാം.